ഫെബ്രുവരി 3 വിശുദ്ധ ബ്ലേസ് 316 AD. വിശുദ്ധ ബ്ലേസിൻ്റെ ജീവിതചരിത്രം പഴയ പുരാവൃത്തങ്ങളെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ടതാണ്. കുരിശുയുദ്ധകാലത്ത് ഈ ചരിത്രം പാശ്ചാത്യ സഭയിൽ പ്രചരിക്കപ്പെട്ടതായി കരുതാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജനനം അർമേനിയയിൽ സെബാസ്റ്റെ എന്ന നഗരത്തിലായിരുന്നു. പഴയ അർമേനിയ ഇന്നത്തെ തുർക്കിയിലായിരുന്നു. ബ്ലേസ് ഒരു വൈദ്യനായിരുന്നു, അതുപോലെ സൽഗുണസമ്പന്നനും വിജ്ഞാനിയുമായിരുന്നു. ഒരു വൈദ്യനെന്ന നിലയിൽ മനുഷ്യജീവിതത്തിൻ്റെ ദുഃഖങ്ങളെ അടുത്ത് പരിചയിച്ചിരുന്നതിനാൽ ജീവിതസന്തോഷത്തിൻ്റെ മായാസ്വഭാവവും നശ്വരതയും അദ്ദേഹത്തിന് സ്വയം ബോധ്യമായിരുന്നു. അതുകൊണ്ട് സ്വന്തം മാതൃകയാലും പ്രബോധനങ്ങളാലും ജനങ്ങളെ പഠിപ്പിക്കാൻ അദ്ദേഹം താൽപ്പര്യം കാണിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം സെബാസ്റ്റ്യയിലെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. അക്കാലഘട്ടത്തിലാണ് കോൺസ്റ്റാന്റിൻ ചക്രവർത്തിയുടെ സഹചക്രവർത്തി ലിസിനോസ് അർമേനിയയിലും കപ്പദോച്ചിയയിലും ഗവർണറാകുന്നത്. കോൺസ്റ്റാന്റിൻ AD 313 തന്നെ മിലാനിലെ വിളംബരത്താൽ ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തുവെങ്കിലും ലിസിനോസ് അർമേനിയയിലും കപ്പദോച്ചിയയിലും മതപീഡനം തുടർന്നിരുന്നു. മെത്രാനായിരുന്ന ബ്ലേസും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു തടവുകാരനായി അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് തൻ്റെ കുട്ടിയെ സുഖപ്പെടുത്താൻ അപേക്ഷിച്ചു. ആ കുട്ടിയുടെ തൊണ്ടയിൽ ഒരു മീൻമുൾ കുടുങ്ങി ശ്വാസം മുട്ടി മരണസന്നദ്ധയായിരുന്നു. ബ്ലേസ് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഉടനെ അവൻ്റെ ശ്വാസതടസ്സം നീങ്ങി സൗഖ്യം പ്രാപിച്ചു. വിഗ്രഹങ്ങളെ ആരാധിക്കാൻ ഗവർണർ ബ്ലേസിനോട് കൽപ്പിച്ചുവെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു. ഭടന്മാർ അദ്ദേഹത്തെ ചമ്മട്ടികൊണ്ട് അടിച്ചതിന് ശേഷം കമ്പിളി കടയുന്ന ഇരുമ്പ് കൊളുത്തുകൊണ്ട് ശരീരം വലിച്ചു കീറുകയും ചുട്ടുപഴുത്ത ഇരുമ്പ് പലക ശരീരത്തിൽ വെച്ച് പൊള്ളിക്കുകയും ചെയ്തു. അവസാനം അവർ അദ്ദേഹത്തെ ശിരസ് ഛേദിച്ച് വധിച്ചു. മധ്യയുഗങ്ങളിൽ അദ്ദേഹം ഒരു വലിയ വിശുദ്ധനായി അറിയപ്പെട്ടിരുന്നു. റോമിൽ തന്നെ 30ഓളം പള്ളികൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം തൊണ്ടരോഗികളുടെ മധ്യസ്ഥനാണ്. അതുപോലെ കമ്പിളി കടയുന്നവരുടെയും കെട്ടിടം പണിയുന്നവരുടെയും മെഴുകുതിരി നിർമ്മാതാക്കളുടെയും വൈദ്യന്മാരുടെയും സഹായിയും മധ്യസ്ഥനുമാണ്. തൊണ്ടരോഗികളെ സുഖപ്പെടുത്താൻ വൈദികർ തൊണ്ടയുടെ വശങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതിന് വിശുദ്ധ ബ്ലേസിൻ്റെ ആശീർവാദമെന്ന് പറയപ്പെടുന്നു. വിചിന്തനം: ദൈവവരപ്രസാദത്തിൻ്റെ സഹായത്താൽ എനിക്ക് എത്ര വലിയ ത്യാഗവും സഹിക്കാമെന്ന് പൗലോസ് ലീഹയുടെ വാക്കുകൾക്ക് വിശുദ്ധ ബ്ലേസ് സാക്ഷ്യം വഹിക്കുന്നു.